നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നൗഷാദ്. വെൽക്കം ടു ടെക്നീഷ്യൻ മീഡിയ. ഇന്നിതാ ഈ കാണുന്ന വീടിനെ എങ്ങനെ വയറ് വലിക്കാം എന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒരു 2500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്. അത്യാവശ്യം പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് 3 ഫേസ് കണക്ഷനാണ് ഈ വീട്ടിൽ വരുന്നത്. തേപ്പിൻ്റെ പണി അടിഭാഗം മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് മുകളിലുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ വയറ് വലിക്കുന്നത് കേട്ടോ. ഒരു സിറ്റ് ഔട്ട്, ഒരു ലിവിങ് റൂം, പിന്നെ ഒരു ഡൈനിങ് ഹാൾ ഉണ്ട്. അതുപോലെ തന്നെ അടിയിലായിട്ട് 2 ബെഡ്റൂം, അടിയിൽ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, അങ്ങനെയാണ് വരുന്നത്. ഈ ഡൈനിങ് ഹാളിൽ തന്നെയാണ് ഇതിൻ്റെ സ്റ്റെയർ വരുന്നത്. പിന്നെ ഒരു കിച്ചണ്, ഒരു വർക്ക് ഏരിയ, അത്രയുമാണ് അടിയിൽ വരുന്നത്. അടിയിൽ തന്നെ 2 ബാത്റൂമും വരുന്നുണ്ട്. മുകളിൽ 2 ബെഡ്റൂം, അതേപോലെ തന്നെ 2 ബാത്റൂം, ഒരു സിറ്റ് ഔട്ട്, ഒരു ഹാള്. ബാക്കിയുള്ള ഏരിയ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടോ. ഇതിപ്പോൾ വൈറ്റ് സിമെൻറ്റ് അടിക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ വയറ് വലിക്കുന്നത്. പൊതുവേ ഞാൻ വൈറ്റ് സിമെൻറ്റ് 2 കോട്ട് അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വയറ് വലിക്കാറുള്ളത്. ഇതിപ്പോൾ ക്ലയൻറ്റിന് കുറച്ച് അർജൻറ്റ് ഉണ്ട്, പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തേപ്പ് കഴിഞ്ഞ മുകളിലുള്ള ഭാഗങ്ങൾ നമ്മൾ വയറ് വലിച്ചിട്ടാണ്, അതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. വീട് വയറ് വലിക്കൽ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പുള്ള പണിയാണിതാ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സ്വിച്ച് ബോർഡുകളും അതേപോലെ തന്നെ ജംഗ്ഷനുകൾ ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുക. അതേപോലെ തന്നെ സ്വിച്ച് ബോർഡിൽ പൈപ്പ് എക്സ്ട്രാ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് പാകത്തിനാക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം ചെയ്യുന്ന പണി അതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കേബിൾ അപ്പാറിൻ്റെ കേബിളാണ് കേട്ടോ. അങ്ങനെ സ്ഥിരമായിട്ടൊരു കേബിൾ ഞാൻ ഉപയോഗിക്കാറില്ല, എല്ലാ കേബിളുകളും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പാറ്, പോളി ക്യാബ്, അതേപോലെ തന്നെ RR കേബിൾ, ഫിനോലെക്സ്, അതേപോലെ വി ഗാർഡ്, അങ്ങനെ എല്ലാ കേബിളുകളും ഞാൻ ഉപയോഗിക്കാറുണ്ട്. ക്ലയൻറ്റിനെ ഓരോ വയറുകളെയും പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതിൽ ഏതാണ് അവർ നിർദ്ദേശിക്കുന്നത് ആ കേബിളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇല്ലാതെ നമ്മുടേതായിട്ടുള്ള ഒരു ചോയ്സ് ഒന്നും ഇതിലില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വയറ് വലിക്കാനുള്ള പ്രധാന ആയുധം എന്ന് പറയുന്നത് കേട്ടോ. പല നാട്ടിലും പല പേരിലുമാണ് ഈ സാധനം അറിയപ്പെടുന്നത്. ഞാൻ പൊതുവേ പറയാറുള്ളത് സ്പ്രിങ് എന്നുള്ളതാണ് കേട്ടോ. അതായത് സ്പ്രിങ് എന്ന് പറയും, അതേപോലെ തന്നെ പട്ട എന്ന് പറയാറുണ്ട്. ചില നാടുകളിൽ സ്വസ്ഥ എന്ന് പറയും, ചിലർ വയർ പുള്ളർ എന്ന് പറയും. അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് പൈപ്പിലൂടെ തള്ളിയിട്ടാണ് നമ്മൾ അതിൽ കെട്ടി വയറ് വലിക്കുന്നത്. പല ആളുകൾക്കും സംശയം ഉണ്ടാവും, തേപ്പിൻ്റെ മുമ്പിട്ട് വെച്ച പൈപ്പിലൂടെ എങ്ങനെയാണ് തേപ്പ് കഴിഞ്ഞതിന് ശേഷം വയറ് വലിക്കുന്നത് എന്നുള്ളത്. ആ ഒരു സംശയമാണ് ഇന്ന് നമ്മൾ തീർക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാധനം നമ്മൾ കറക്റ്റായിട്ട് തള്ളിക്കഴിഞ്ഞാൽ ആ പൈപ്പ് ഒരുപാട് ബെൻഡൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 3 ബെൻഡ് വരെ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. 3 ബെൻഡാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ തള്ളിയാൽ കിട്ടും. അതിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുത്താലേ കിട്ടുള്ളൂ കേട്ടോ. 2 തലക്കൽ നിന്നും തള്ളിയാലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഒരു ഫാൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ 2 വയറാണ് വലിക്കുന്നത്. ആ ലൈറ്റിൽ നിന്നും ഇതിപ്പോൾ നമ്മൾ വലിക്കുന്നത് ഫാനിൻ്റെ വയറാണ്. അപ്പോൾ ഫാനിൽ നിന്നും നമ്മൾ 2 വയർ നേരെ സ്വിച്ച് ബോർഡിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഒരു ന്യൂട്രും ഒരു ലീഡും. ഇതിലിപ്പോൾ ഇട്ട് വെച്ചിട്ടുള്ളത് ഒരു മഞ്ഞയും ഒരു കറുപ്പുമാണ്. അപ്പോൾ മഞ്ഞ ലീഡാണ്, അതേപോലെ തന്നെ കറുപ്പ് ന്യൂട്രാണ്. അപ്പോൾ ഈ ന്യൂട്രനെ നമ്മൾ ഈ റാക്കിൻ്റെ മേലെയുള്ള ഈ ഒരു 4 ബോക്സ്, ഇതൊരു ജംഗ്ഷനാണ് കേട്ടോ. ഈ ജംഗ്ഷനിൽ ഇട്ടുകൊണ്ട് നമ്മളൊരു കെട്ടിട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള ലീഡുകളിലേക്കൊക്കെ പോകുന്ന ഒക്കെ പോകുന്ന ന്യൂട്രനെ നമ്മൾ ഇവിടെ വെച്ച് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ലീഡിലേക്കൊക്കെ പോകുന്ന ന്യൂട്രത്തിൽ വെച്ച് ജോയിൻ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ചില ആളുകൾ ഈ ന്യൂട്രും ഈ സ്വിച്ച് ബോർഡിലേക്ക് ഇറക്കും. അങ്ങനെ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എല്ലാ ന്യൂട്രുകളും അല്ല, നമ്മൾ സർക്യൂട്ട് വരുന്ന ന്യൂട്രൽ ഡയറക്റ്റായിട്ട് സ്വിച്ച് ബോർഡിലേക്ക് ഇറക്കും. ലീഡിലേക്ക് പോകുന്ന ന്യൂട്രുകൾ ഈ ജംഗ്ഷനിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഫാനിൻ്റെ ഒരു വയർ വലിച്ച് ആദ്യം നമ്മളിടും. ആ ഒരു ഫാനിൻ്റെ വയറിൻ്റെ അളവിലാണ് ബാക്കിയുള്ള വയറുകളൊക്കെ നമ്മൾ ആ സ്വിച്ച് ബോർഡിലേക്ക് അളക്കുന്നത് കേട്ടോ. കാരണം ഇത് റാക്കിൻ്റെ മേലെയാണ് ഇതിൻ്റെ ജംഗ്ഷൻ വരുന്നത്. ആ ജംഗ്ഷനിലേക്ക് തിരിച്ച് വലിച്ച് ആ ഒരു അളവിലാണ് നമ്മൾ 2 വേയുടെ വയറുകളൊക്കെ അളക്കുന്നത്. 2 വേയുടെ വയറിന് നമ്മൾ സെപ്പറേറ്റ് സ്പ്രിങ് തള്ളിയതിന് ശേഷം ആ സ്പ്രിങ്ങിൻ്റെ അളവിലാണ് നമ്മൾ 2 വേയുടെ വയറുകളൊക്കെ എടുത്തിട്ടുള്ളത്. 2 വേയുടെ ഓരോ സ്വിച്ച് ബോർഡിലേക്കും എത്ര വീതം വയറുകൾ ഉണ്ട് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 വേക്ക് എത്ര വയർ വേണം, മാസ്റ്റർ കൺട്രോളിൻ്റെ വയർ, അങ്ങനെയുള്ളതൊക്കെ ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഓരോ വയറുകൾ ഞാൻ എണ്ണിപ്പെറുക്കി പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല കേട്ടോ. അപ്പോൾ വയറ് വാങ്ങുമ്പോൾ തന്നെ കളർ കോഡ് പ്രകാരം നമ്മൾ വലിക്കാനുള്ള ഉദ്ദേശത്തിൽ വേണം വാങ്ങിക്കാൻ. ഇതിലിപ്പോൾ ഞാൻ ഈ കളർ കോഡ് ഉപയോഗിച്ചിട്ടുള്ളത് മഞ്ഞ വയർ ലീഡിന്, കറുപ്പ് വയർ ന്യൂട്രന്, പിന്നെ ചുവപ്പ് വയർ ഫേസിന്, പച്ച വയർ എർത്തിന്, പിന്നെ നീല മാസ്റ്ററിനും അതേപോലെ തന്നെ 2 വേക്കും നീല വയറാണ് ഉപയോഗിക്കുന്നത്. ഈ രൂപത്തിൽ നമ്മൾ കളർ കോഡ് പ്രകാരം ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അല്ലാതെ മറ്റൊരു ഇലക്ട്രീഷ്യൻ വന്നിട്ട് ഈ ഒരു സ്വിച്ച് ബോർഡ് അയച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഈ വയറുകളൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ മാർക്കിങ് കളർ കോഡ് പ്രകാരം വയറ് വലിക്കുകയാണെങ്കിൽ പോലും ഇതിലൊക്കെ മാർക്കിങ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ആക്സോ ബ്ലേഡ് കൊണ്ട് ഈ വയറിൽ വര ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ
വയറിൽ ഞാനിടുന്ന അടയാളങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. 2 വര ഫേസാണ്, പിന്നെ പച്ച വയറിട്ടുള്ള ഈ സ്ലീവ് വളർന്നിട്ടുള്ളത് എർത്ത്, പിന്നെ ന്യൂട്രന് കറുപ്പ് വയറിട്ടുള്ളത്, ന്യൂട്രന് പ്രത്യേകം അടയാളമൊന്നുമില്ല. പിന്നെ 4 വരായിട്ടുള്ളത് ഫാനിൻ്റെ വയറാണ് കേട്ടോ. 1 വരായിട്ടുള്ളത് ലീഡാണ്, അത് മഞ്ഞ കളറായിരിക്കും. ഓക്കെ, 2 ലീഡ്. പിന്നെ ഇത് ഫുഡ് ലാമ്പിൻ്റെ ലീഡാണ്. ഫുഡ് ലാമ്പിന് നേരെ താഴെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 വേയുടെ വയർ ഇതാ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. മുകളിലും താഴെയും കണക്ട് ചെയ്യാനുള്ള വയറുകൾ ഇതുണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫാനിൻ്റെ 2 വേ വയറാണ് ഈ കാണുന്നത്. പിന്നെ ഇതാ മറ്റേ ബെഡ് സ്വിച്ചിലേക്ക് പോകുന്ന ഫേസ്, അടുത്ത ലീഡ്. അത്രയും കണക്ഷനുള്ളൂ ഈ ഒരു ബോർഡിൽ വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഈ ബെഡ് സ്വിച്ചിലേക്ക് വലിച്ചിട്ടുള്ള വയറുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഗ്രീൻ വയറിട്ടുള്ളത് എർത്ത്, പിന്നെ മാസ്റ്റർ വയറല്ല. 4 ബെഡ്റൂമാണ് ഇതിലുള്ളത്. അപ്പോൾ 4 ബെഡ്റൂമിലും മാസ്റ്റർ സ്വിച്ച് വരുന്ന രൂപത്തിൽ ലാച്ചിങ് റിലേ വെച്ചിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫുഡ് ലാമ്പിൻ്റെ ലീഡ്, ഫാനിൻ്റെ 2 വേ വയർ, പിന്നെ എ സിയുടെ ലീഡ്, എ സിയിലേക്കുള്ള ഫേസ്. ഓക്കെ, 2 വയറുള്ളത് എ സിയുടെ ഫേസാണ് കേട്ടോ. പിന്നെ നമ്മൾ പ്ലഗ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ന്യൂട്രൽ, പിന്നെ ഇതിൽ നിന്നും ഔട്ട് സപ്ലൈ പോകുന്ന ഒരു ഫേസ്, പിന്നെ അതാ ലൈറ്റിൻ്റെ 2 വേ വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും കണക്ഷനാണ് ഈ ഒരു ബോർഡിലേക്ക് നമുക്ക് വലിക്കാനുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് ഇതാ ഈ ഓപ്പൺ ടെറസിലായിട്ട് നമ്മൾ ഒരു ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. എന്താ ഇപ്പോൾ വാഷിംഗ് മെഷീനുള്ള പോയിന്റ് ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ വയർ ഇതാ ഇങ്ങനെയാണ് വലിക്കാനാണ് കേട്ടോ, ഈ സൈഡിൽ ഇങ്ങനെ പോയിട്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിന് കൊടുക്കുന്നത് 1.5ൻ്റെ വയറുകളാണ് കേട്ടോ. 1.5ൻ്റെ ഫേസും ന്യൂട്രും, അതേപോലെ തന്നെ പച്ച എർത്തും കൊടുക്കും. അങ്ങനെ ഇതാ ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് ഒരു ലീഡും കൂടി നമുക്ക് കയറ്റാനുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്, ലീഡല്ല സർക്യൂട്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഒരു മാസ്റ്ററും അതേപോലെ തന്നെ ഒരു സർക്യൂട്ട് ഫേസും ഒരു ന്യൂട്രും. ഓക്കെ, വലി വരി വരി അങ്ങനെ DB-ന്ന് ഒരു വയറ് ഊരിയെടുത്തിട്ട് ആ ഒരു അളവിൽ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ വയറും അതേപോലെ തന്നെ അവിടേക്കുള്ള സർക്യൂട്ടും എടുത്തിട്ടുണ്ട്. ആ വയർ ഇങ്ങനെ ഈ ഒരു പൈപ്പിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് അളവെടുത്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ന്യൂട്രൽ, എർത്ത്, പിന്നെ ഫേസ്. ഓക്കെ, നോക്കാം എവിടെത്തന്നെ വരുന്നു.
അപ്പോൾ ഒരു വീടിന് വയറ് വലിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പുതിയൊരു നല്ല വീഡിയോവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.